പ്രാർത്ഥന പോലെ പവിത്രമായ ഒന്നാണ് സ്നേഹം. അത് മനുഷ്യരിലാണെങ്കിലും മിണ്ടാപ്രാണികളിലാണെങ്കിലും. നമ്മുടെ ജീവിതത്തിലേക്ക് പല വഴികളിലൂടെ, പല രൂപത്തിൽ, പല ഭാവത്തിൽ സ്നേഹം കടന്നു വരാറുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കയറി വരുന്ന ഒരു കൊച്ചു അതിഥി, അതൊരു പട്ടിക്കുഞ്ഞാവാം, പൂച്ചക്കുഞ്ഞാവാം, മറ്റേതെങ്കിലും ഒരു മിണ്ടാപ്രാണിയാവാം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാവാം. ആദ്യം ഒരുപക്ഷെ നമ്മൾ അവർക്ക് അത്ര പ്രാധാന്യം നൽകിയില്ല എന്നിരിക്കും. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരുമായി ഒരു അഭേദ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒന്നുണ്ടായി. ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്നത് ഒരു പാവം പൂച്ചയായിരുന്നു. ഒരു വർഷത്തോളം ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിലെ ഒരാളായി അതാ പൂച്ച നിന്നു. 2 കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് തന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അത് എങ്ങോട്ടോ പോയി. എവിടെയെന്ന് ആർക്കും അറിയില്ല. അത് പോയപ്പോൾ ഒരു വലിയ ശൂന്യത ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. എന്നാൽ ആ പൂച്ചയുടെ 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ 1 വർഷത്തോളം അത് പോകാതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. അത് അവർക്ക് ഞങ്ങൾ നൽകിയ സ്നേഹത്തിന് പ്രതിഫലമായി എങ്ങോട്ടോ പോയപ്പോൾ അവർ നൽകിയ കുട്ടികളെ ഞങ്ങൾക്ക് നൽകി. വീട്ടിലെ എല്ലാവരും അതിനെ ഒരുപോലെ സ്നേഹിക്കണം എന്നില്ല. ഞങ്ങളുടെ വീട്ടിലും അതേ സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പെറ്റ്സിനെ സ്നേഹിക്കുന്നവരുണ്ടാകാം, സ്നേഹിക്കാത്തവരുണ്ടാകാം. പൂച്ചയുടെ ശല്യങ്ങൾ, കസേര കീറുന്നു, സ്കൂട്ടർ സീറ്റ് വലിച്ചു കീറുന്നു, വീട് വൃത്തികേടാക്കുന്നു, ഇതിനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീത്ത കേൾക്കാറുമുണ്ട്. പക്ഷേ എനിക്ക് അവരുമായി എന്തോ ഒരു ബന്ധമുണ്ട്. എൻ്റെ സ്ട്രെസ്, ജോലിയിലെ ടെൻഷൻ, ഇതൊക്കെ മാറ്റാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ തിരക്കിനിടയിൽ ഫോൺ കാരണം നമ്മൾ ഇവയെ ശ്രദ്ധിക്കാതെ വിടാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ എന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും, എന്നെ ശല്യപ്പെടുത്തും, എൻ്റെ സ്നേഹം ആവശ്യപ്പെടും. അവർ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനം അനുഭവപ്പെടാറുണ്ട്. സത്യത്തിൽ അവർ നമ്മുടെ ലൈഫിലെ ഒരു ചാപ്റ്റർ ആണെങ്കിൽ അവർക്ക് അവരുടെ മുഴുവൻ ജീവിതവും നമ്മളാണ്. ഒരു ദിവസം എവിടുന്നോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു, കൊടുത്തത് കഴിക്കുന്നു, ആട്ടിയാലും തുപ്പിയാലും നമ്മളൊന്ന് വിളിച്ചാൽ ഓടി വരും. അങ്ങനെ ഒരു ദിവസം അത് നമ്മളെ വിട്ടുപോകും. അന്ന് വല്ലാത്ത നീറ്റലായിരിക്കും. അതുമാത്രമല്ല, കുറേ ദിവസങ്ങൾ ആ വേദന മനസ്സിൽ നിൽക്കും. പക്ഷേ ആരാണോ പെറ്റ്സിനെ സ്നേഹിക്കുന്നത് അവരൊക്കെ ബ്ലെസ്ഡ് വിത്ത് അൺകണ്ടീഷണൽ ലവ്. മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നത് ഒരു പുണ്യമാണ്, അത് ഒരു പ്രാർത്ഥനയാണ്. നമ്മളൊരു മിണ്ടാപ്രാണിക്ക് ഭക്ഷണം നൽകിയാൽ അത് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. നമ്മുടെ മടിയിലിരിക്കുമ്പോഴോ നെഞ്ചത്ത് കയറി കിടക്കുമ്പോഴോ പൂച്ചകൾ അവയുടെ മുൻകാലുകൾ കൊണ്ട് പതുക്കെ അമർത്തുന്നത് കണ്ടിട്ടില്ലേ? കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ പൂച്ചയുടെ അടുത്തു നിന്ന് പാൽ കുടിക്കുമ്പോൾ കാണിക്കുന്ന അതേ സ്നേഹമാണ് അവർ നിങ്ങളോടും കാണിക്കുന്നത്. നീ എൻ്റെ അമ്മയെപ്പോലെയാണ്, അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കുന്നത് അത്രയും സേഫാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പൂച്ചകൾ പെട്ടെന്ന് വന്ന് നമ്മുടെ നെറ്റിയിലോ കവിളിലോ അവയുടെ തലകൊണ്ട് ബലമായി മുട്ടാറുണ്ട്. ശാസ്ത്രീയമായി തലകൊണ്ട് മുട്ടുമ്പോൾ അവയുടെ മണം നമ്മുടെ മേൽ പറ്റിപ്പിടിക്കും. അതായത് ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ സ്വന്തമാണ്, ആരും ഇങ്ങോട്ട് നോക്കണ്ട എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരുതരം മാർക്കറ്റിംഗ് രീതിയാണ് ഇത്. നിങ്ങൾ ദൂരമാകി നിൽക്കുമ്പോൾ പൂച്ച നിങ്ങളെ നോക്കി സാവധാനം കണ്ണുകൾ അടച്ചു തുറക്കാറുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, അതൊരു ക്യാറ്റ് കിസ്സാണ്. പൂച്ചകളുടെ ലോകത്ത് കണ്ണുകൾ തുറന്നു പിടിക്കുന്നത് ജാഗ്രതയുടെ ലക്ഷണമാണ്. എന്നാൽ നിങ്ങളെ നോക്കി കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്, നിൻ്റെ അടുത്ത് എനിക്ക് പേടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ നടക്കുമ്പോൾ കാലിന് ഇടയിലൂടെ വാല് ചുറ്റിപ്പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ലേ? മനുഷ്യർ കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് പോലെയാണ്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പൂച്ചകൾ മലർന്നു കിടന്ന് അവയുടെ വയർ കാണിച്ചു തരുന്നത് വലിയൊരു അംഗീകാരമാണ്. ഏതൊരു മൃഗത്തെ സംബന്ധിച്ചും വയർ എന്നത് ഏറ്റവും മൃദുവായ ഭാഗമാണ്. അത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ശ്രദ്ധിക്കണം, ചിലപ്പോൾ തൊടാൻ ചെല്ലുമ്പോൾ അവർക്ക് ദേഷ്യം വരും, അത് വേറെ കാര്യം. ചിലപ്പോൾ പൂച്ചകൾ പാതി ചത്ത എലിയോ അല്ലെങ്കിൽ പല്ലിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം നൂലോ ഒക്കെ കടിച്ചു പിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിടും. നമുക്കത് അറപ്പായിരിക്കും. പക്ഷേ പൂച്ചയെ സംബന്ധിച്ച് അത് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വേട്ട മൃഗമാണ്. നീ പാവമല്ലേ, നിനക്ക് വേട്ടയാടാൻ അറിയില്ലല്ലോ, ഇതാ നീ ഇത് കഴിച്ചോ എന്ന് കരുതി തരുന്ന ഒരു ഗിഫ്റ്റാണത്. ഈ വേനൽക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പരന്ന പാത്രത്തിൽ അല്പം വെള്ളം പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അത് എത്രയോ പക്ഷികൾക്കും എത്രയോ മിണ്ടാപ്രാണികൾക്കും കുടിക്കാൻ കഴിയും. അതുപോലെ തന്നെ അവർക്കും ദാഹം അനുഭവപ്പെടാറുണ്ട്. അല്പം വെള്ളം കൊടുത്താൽ അത് അവർക്ക് വലിയ സഹായമാകും.
നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം മിണ്ടാപ്രാണികൾ ഉണ്ടാകാം. അവരെ സ്നേഹിക്കുക, പരിചരിക്കുക. അവർ നൽകുന്ന സ്നേഹം മറ്റൊന്നിനും പകരം വയ്ക്കുവാനും കഴിയുകയില്ല. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മിണ്ടാപ്രാണികളെ സ്നേഹിക്കാൻ പ്രയോജനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.